സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഇടിമുറി ഇല്ലെന്ന SFI സംസ്ഥാന പ്രസിഡന്റ് PM ആശോ. ഞങ്ങൾ മാധ്യമങ്ങളെ ക്യാമ്പസുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ചില വാർത്തയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉൾപ്പെടെ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം ഉയർത്തിയ തെറ്റായ ചില ആരോപണങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഈ അക്കാദമിക് വർഷം ആരംഭിച്ച ഘട്ടം മുതൽ ബോധപൂർവം ക്യാമ്പസുകൾക്കകത്ത് സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവിൻ്റെ ആശീർവാദത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് KSU ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിപുലമായി ക്യാമ്പസുകൾക്കകത്ത് SFI പ്രവർത്തകരെ ആക്രമിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും ക്യാമ്പസുകൾക്കകത്ത് അക്രമാന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമം. ഇതുമായി ബന്ധപ്പെട്ട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഉൾപ്പെടെ കണ്ണൂരിലെ വിവിധ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ SFIയുടെ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിൽ SFI പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടി KSUവിൻ്റെ ജില്ലാ ഭാരവാഹിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ക്യാമ്പസിനകത്തേക്ക് അതിക്രമിച്ചു കയറി SFI യൂണിറ്റ് പ്രസിഡന്റ് അഭിജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളെ അതിക്രൂരമാംവിധം ആക്രമിക്കുകയും ഹോസ്റ്റലിനകത്തടക്കം അതിക്രമിച്ചു കയറി ഹോസ്റ്റലടക്കം അടിച്ചു പൊളിക്കുന്ന നിലയിലേക്ക് ആ പ്രകോപനവും അക്രമ സംഭവവും നീണ്ടുപോകുന്ന നിലയുണ്ടായി. വിദ്യാർത്ഥി നേതാക്കളെ ആക്രമിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അനുവദിക്കില്ല എന്ന നില സ്വീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ, അപ്പോൾ അങ്ങനെ അടി കിട്ടിയയാൾ തിരിച്ച് റിയാക്ട് ചെയ്തത് തെറ്റാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. അങ്ങനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. എന്നാൽ അതിന് നിങ്ങൾ കൊടുത്ത വാർത്തയിലും ഞങ്ങൾക്ക് ആക്ഷേപമല്ല. കാരണം ഒരു SFI ഏരിയ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയല്ല റിയാക്ഷൻ ഉണ്ടാകേണ്ടത് എന്ന് നിങ്ങൾ പറയുന്നതിന് ഞങ്ങൾക്ക് ആക്ഷേപമില്ല. എന്നാൽ ഒരു പ്രിൻസിപ്പൾ ഒരു വിദ്യാർത്ഥി നേതാവിന്റെ ചെവി അടിച്ച് പൊളിക്കുന്നതിൽ ഒരു പ്രശ്നവും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്ക് തോന്നുന്നില്ല. ഇനി അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് കേരളത്തിലെ SFIയെ എങ്ങനെ നിങ്ങൾ അക്രമ രാഷ്ട്രീയത്തിന്റെ പട്ടികയിൽ പെടുത്താൻ വേണ്ടി തയ്യാറാകുക? ഇതുപോലെ ആക്രമിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടന രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി കഴിയും? കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ മാത്രം 35 സഖാക്കളെ നഷ്ടപ്പെട്ട പ്രസ്ഥാന SFI, 35 വിദ്യാർത്ഥികൾ, ഇന്ന് ഈ നാടിന്റെ നേതൃത്വമാകേണ്ടിയിരുന്ന ആളുകൾ, ആ ആളുകളെ നഷ്ടപ്പെട്ട സംഘടന SFI. അങ്ങനെ നഷ്ടപ്പെടുമ്പോഴും തിരിച്ചൊരു ജീവൻ എടുക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ തയ്യാറായിട്ടില്ല. അങ്ങനെ ഏറ്റവും ഒടുവിൽ ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തുമ്പോൾ എന്താ ഈ നാട്ടിലെ കോൺഗ്രസ്? ഇപ്പോൾ ഞങ്ങൾ നടത്തിയ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് തെറ്റായ പദപ്രയോഗങ്ങളുണ്ടാകുമ്പോൾ അതിനെ തിരുത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകുന്നുണ്ടില്ലേ? ഒരു പ്രസംഗം SFI ഏരിയ സെക്രട്ടറിയുടെ പ്രസംഗത്തിനകത്ത് ഉണ്ടായ തെറ്റായ പദപ്രയോഗങ്ങളെ തിരുത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകുന്നുണ്ട്. തെറ്റാണെന്ന് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകുന്നുണ്ട്. ധീരജിനെ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും ചേർന്ന് കൊന്നുകളഞ്ഞപ്പോൾ ആ കൊലപാതകികളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയും അത് ഇരന്നു വാങ്ങിയ കൊലപാതകമാണെന്ന് പറഞ്ഞ് ആ രക്തസാക്ഷിത്വത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയും ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളെ ഉൾപ്പെടെ ആവർത്തിച്ച് ആക്ഷേപിക്കുന്നതിന് വേണ്ടിയും തയ്യാറായത് KPCCയുടെ പ്രസിഡന്റാണ്. ഒരു വാക്കുകൊണ്ട് തിരുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ കൊലപ്പെടുത്തിയ ആ വിദ്യാർത്ഥി എന്നതിനെ കൊല്ലാൻ തയ്യാറായ ആളുകളെ തള്ളിപ്പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല? പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ധീരജിന്റെ കൊലപാതക കേസിലെ 1-ാം പ്രതി സ്റ്റാർ ക്യാമ്പയിനറായി മാറുമ്പോൾ അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി പോലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ പ്രിവിലേജുണ്ട് കോൺഗ്രസ്സുകാർക്ക്. ഞങ്ങളെ ആക്രമിച്ചപ്പോൾ പറയുന്നത് മുഴുവൻ കേട്ടു നിൽക്കാൻ വേണ്ടി തയ്യാറായ ആളുകളാണ്. ഞങ്ങൾക്ക് പങ്കില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഉണ്ടായ പോരായ്മ, ഞങ്ങളുടെ 3 പ്രവർത്തകർ ആ വിഷയം ഉണ്ടായപ്പോൾ അത് അവസാനിപ്പിക്കേണ്ട ആളുകൾ, ഉത്തരവാദിത്വപ്പെട്ട സംവിധാനങ്ങളെ അറിയിക്കേണ്ട ആളുകൾ, ആ 3 പേരും അതിൻ്റെ കൂടെ നിന്നു.
എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുമായി എവിടെയെങ്കിലും ലിങ്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാരണം. അതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി CBI റിപ്പോർട്ട് വന്നല്ലോ. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ CBI അന്വേഷിച്ച് കണ്ടെത്തിയല്ലോ. ആ റിപ്പോർട്ട് ചർച്ചയാക്കുന്നതിന് വേണ്ടി, പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും മാധ്യമ സ്ഥാപനം തയ്യാറായി? സെറ ഗോൾഡൻ ഡയമണ്ട്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.